ഹലോ ഓൾ. ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പൂരിയാണ്. ആദ്യം അതിന് വേണ്ടുന്ന എന്തൊക്കെയാണെന്ന് പറയാം. 3 കപ്പ് ആട്ട, 1.25 തൊട്ട് 1.5 കപ്പ് വരെ ചെറിയ ചൂടുവെള്ളം, ആവശ്യത്തിന് ഉപ്പ്, പൂരി വറുത്തെടുക്കാനുള്ള ഓയില്. ഇത് 3 കപ്പ് ആട്ടയാണ്, നേരത്തെ പറഞ്ഞ കണക്ക്. അതിന് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇത് ചെറിയ ചൂടുവെള്ളമാണ്. നമ്മളിങ്ങനെ കൈയിട്ട് കൊടുത്താൽ കൈ പൊള്ളുകയൊന്നുമില്ല. അപ്പം നമുക്ക് ആദ്യം തന്നെ 1 കപ്പ് വെള്ളം ഒഴിച്ച് കുഴയ്ക്കാൻ തുടങ്ങാം. പിന്നുള്ള 1/2 കപ്പ് നമുക്ക് ആവശ്യം അനുസരിച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. പക്ഷേ 1.25 കപ്പ് എന്തൊക്കെ പറഞ്ഞാലും വെള്ളം വേണം. 1.25 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ ആവശ്യത്തിനനുസരിച്ച് മാത്രമേ വെള്ളം ഒഴിച്ചു കൊടുക്കാവുള്ളൂ. ഓരോ ബ്രാൻഡും മാറുമ്പോഴത്തേന് അതിന് വെള്ളത്തിന് അളവിന് ഒരു ഇച്ചിരി വ്യത്യാസം വരുന്നുണ്ട്. അതാണ് ഞാൻ 1.25 കപ്പ് തൊട്ട് 1.5 കപ്പ് വെള്ളം എന്ന് പറഞ്ഞത്. അതിന് വ്യത്യാസം വരുന്ന അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണം. എല്ലാ വെള്ളവും കൂടെ ഒന്നിച്ച് ആദ്യമേ ഒഴിച്ചു കൊടുക്കരുത്. വെള്ളമെല്ലാം ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നല്ല പോലെ ഒരു 10 മിനിറ്റ് നമുക്ക് കുഴച്ചെടുക്കണം. അന്നപ്പോഴത്തേനും ഒരു നല്ലൊരു സോഫ്റ്റ് മാവ് കണക്കാവും. ഇത് കണക്ക് നല്ല സോഫ്റ്റായിട്ടാണ് എല്ലാ ആട്ടകളും ഞാൻ കുഴച്ച് വെച്ചേക്കുന്നത്. അപ്പം കുഴച്ച് കഴിഞ്ഞിട്ട് നമുക്കൊരു പാത്രത്തിനകത്തോട്ട് മാറ്റി അടച്ച് 4 മണിക്കൂർ മാറ്റി വെച്ചേക്കണം. ഇത് വേറൊരു ബ്രാൻഡ് ആട്ടയാണ്. ഇതും ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ 1 കപ്പ് ആദ്യം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ബാക്കി ആവശ്യം അനുസരിച്ചാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഞാൻ ഈ 3 തരം ആട്ട എടുത്ത് ഇത്രയൊക്കെ ചെയ്യുന്നത് വേറെ ഒന്നിനുമല്ല. പലരും പറയാറുണ്ട് അവർ യൂസ് ചെയ്യുന്ന ആട്ട വേറെ ആയതുകൊണ്ടാണ് പഫി ആകാത്തതെന്ന്. എൻ്റെ അനുഭവത്തിൽ നിന്നും പറയുകയാണ്, ഞാൻ ഇവിടെ തന്നെ ഒരു ബ്രാൻഡ് അല്ല യൂസ് ചെയ്യുന്നത്. ഈ ആട്ട തന്നെ നല്ല പരുവത്തിന് കുഴച്ചിട്ടുണ്ട്. ഇതും മാറ്റി 4 മണിക്കൂർ വെക്കാൻ പോവാണ്. അപ്പം ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ, ഞാൻ നാട്ടിൽ പോകുമ്പോൾ വേറെ ബ്രാൻഡാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ എല്ലാം വെച്ചുണ്ടാക്കിയാലും നല്ല പഫിയായിട്ടാണ് വരുന്നത്. ഞാൻ ഈ കാണിക്കുന്നത് അതേപോലൊന്ന് ഫോളോ ചെയ്ത് നോക്ക്. അപ്പം നല്ല പഫിയായിട്ട് പൂരി ഉണ്ടാക്കാൻ പറ്റും. ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആരും മറക്കരുത്. അപ്പോൾ ഞാൻ ആട്ട കുഴച്ച് വെച്ചിട്ട് 4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. മാവെടുത്ത് ഒന്നുകൂടെ ഒന്ന് കുഴച്ച് കൊടുക്കാം. അധികം നേരം ഒന്നും കുഴച്ച് കൊടുക്കേണ്ട, ഒരു 2-3 മിനിറ്റ് കുഴച്ച് കൊടുക്കേണ്ട കാര്യമേ ഉള്ളൂ. മാവ് ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നാരങ്ങ വലുപ്പത്തിൽ മാവ് എടുത്തിട്ട് പരത്തിയെടുക്കാം. ഇത് പരത്തിയെടുക്കുമ്പോൾ 4 ഇഞ്ച് തൊട്ട് 5 ഇഞ്ച് വലുപ്പത്തിലാണ് ഞാൻ ഓരോന്നും പരത്തുന്നത്. പൂരിക്ക് പരത്തുമ്പോൾ ഇത്തിരി കട്ടി കൂട്ടിയാണ് പരത്തേണ്ടത്. സാധാരണ നമ്മൾ ചപ്പാത്തിക്ക് പരത്തുന്ന പോലെ വളരെ കട്ടി കുറച്ചല്ല പരത്തുന്നത്. എന്നാൽ കട്ടി കൂടാനും പാടില്ല. അതാണ് ഞാൻ 4 ഇഞ്ച് തൊട്ട് 5 ഇഞ്ച് വരെ വലുപ്പത്തിലാണ് പരത്തുന്നതെന്ന് പറഞ്ഞത്. നല്ല പഫി ആയിട്ട് വരാൻ വേണ്ടിയാണ് തിന്നാക്കരുതെന്ന് പറയുന്നത്. ഞാൻ 3 കപ്പ് സ്റ്റാൻഡേർഡ് മെഷറിംഗ് കപ്പിന് ആണ് മാവെടുത്തേക്കുന്നത്. അതിന് 20-22 പൂരി എനിക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ആദ്യമേ അത്ര സെയിം സൈസ് ബോളിൽ അത്രയും ബോൾ ഉണ്ടാക്കി ഇട്ടിട്ട് പരത്താൻ തുടങ്ങിയാൽ ഇച്ചിരി കൂടി ഈസി ആയിരിക്കും. ഞാൻ 3 ബ്രാൻഡ് ആട്ടയും കുഴച്ച് വെച്ചതുകൊണ്ട് പരത്തി വെച്ചേക്കുന്നതാണ് ഇത്. ഞാൻ ഇങ്ങനെ എല്ലാം പരത്തി വെച്ചിട്ടാണ് ഉണ്ടാക്കാൻ തുടങ്ങുന്നത്. ആദ്യമൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങുന്നവർക്ക് പാടായിരിക്കും ഇങ്ങനെ ചെയ്യാൻ. ഒന്നൊന്നേൽ ഒട്ടിപ്പിടിക്കത്തില്ല. നമുക്ക് ഈ പൂരി ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയുള്ള എണ്ണ ചൂടാക്കാൻ വെക്കാം. ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിലാണ് ഞാൻ തീ വെച്ചേക്കുന്നത്. എണ്ണ ചൂടാക്കാനും പൂരി ഫ്രൈ ചെയ്തെടുക്കുമ്പോഴും ഞാൻ അതേ തീയിൽ തന്നെയാണ് വെച്ചേക്കുന്നത്.
എണ്ണ ആവശ്യത്തിന് ചൂടായി വന്നിട്ടുണ്ട്. ഒരു ചെറിയ പീസ് എങ്ങാനും ഇട്ട് നോക്കുമ്പോൾ അറിയാൻ പറ്റുമോ അത് നമുക്ക് ചൂടായി വന്നിട്ടുണ്ടോ എന്ന്. ഇനിയും പൂരി നമുക്ക് ഇട്ട് കൊടുക്കാം. നോക്കൂ, ഞാനത് സ്ലിപ്പിൻ ചെയ്താണ് ഇട്ട് കൊടുക്കുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളാണ് ഇത് പഫിയായി വരാൻ വേണ്ടി ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ. എന്നിട്ട് ഞാൻ ഈ തവി വെച്ച് കണ്ടില്ല ഞാൻ ചെയ്യുന്നത്, അങ്ങനെയും ചെയ്ത് കൊടുക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അങ്ങനെ ചെയ്ത് കൊടുക്കണം. എന്നിട്ട് തിരിച്ചിട്ടിട്ട് ഇങ്ങനെ ഒന്ന് മുക്കി പിടിക്കണം. കാര്യം ഇത് ഇത്ര പഫിയായ കാരണം എഡ്ജസ് ഒന്നും ശരിക്കും വെന്ത് വരത്തില്ല. ഞാൻ എല്ലാം പൂരി ഉണ്ടാക്കിയപ്പോഴും ഇതേപോലെ തന്നെയാണ് വന്നത്. ഞാൻ ഈ ചെയ്യുന്ന ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. പൂരി സ്ലിപ്പിൻ ചെയ്യുമ്പോൾ നല്ല ചൂടെണ്ണയാണ്, പ്രത്യേകം കെയർഫുള്ളായിരിക്കണം. അത് കൈയൊന്നും എണ്ണയിലോട്ടൊന്നും മുട്ടാതെ. ഇവിടെ ഞാൻ പരത്തി വെച്ചിരിക്കുന്ന 3 തരം ആട്ടയും വെച്ച് ഉണ്ടാക്കി എല്ലാ പൂരിയും പഫിയായി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഉറപ്പായും കമൻസ് എഴുതണം.